നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുന്നതാണോ, അതല്ലെങ്കിൽ നമ്മളുടെ യാത്രകളിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് നോളജാണോ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? യാത്രകളായിരിക്കും. അതിൻ്റെ കാരണം എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യാത്രകളിൽ നമ്മൾക്ക് ആവശ്യമുള്ളത്, ഇഷ്ടപ്പെടുന്നത്, ഇനിയും നമ്മൾക്ക് അത് പകർത്തണം എന്ന് തോന്നുന്നതിനെ വല്ലാതെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് നമ്മളത് നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്താണ് ആ ഗ്യാപ്പ്? ആ ഗ്യാപ്പ് ഒരു വിദ്യാർത്ഥിയുടെ ജന്മന അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഇഷ്ടം അതെന്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഐഡൻറ്റിഫൈ ചെയ്ത ഇഷ്ടത്തിനെ പോളിഷ് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായി ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് നമ്മൾ ചോദിക്കുകയാണ് ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതേ സെയിം ക്വസ്റ്റ്യൻ അവൻ തിരിച്ചു ചോദിക്കും, ഇനി എന്ത്? എന്നിട്ടാണ് ഒരു കരിയർ കൗൺസിലിങ്ങിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു ജോബ് തേടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക്, സ്റ്റാർട്ടപ്പിലേക്ക് മൂവ് ചെയ്യുന്നത്. കാലിഫിൻ്റെ ഒരു സിസ്റ്റവും ഇതേപോലെ ഈ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരൊറ്റ യൂണിഫോം സിസ്റ്റത്തിലൂടെ ജനറേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിത്വത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും എന്താണോ ആവേണ്ടത്, അവരുടെ മൈൻഡിൽ എന്താണോ പരിപോഷിപ്പിക്കേണ്ടത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പ്രൊഡക്റ്റീവാക്കിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്.